ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതുതന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്കറിയാം, ഏത് രാഷ്ട്രങ്ങൾ എടുത്താലും രാഷ്ട്രത്തലവന്മാർ പോലും അല്ലേ ഒരു പ്രാവശ്യം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒക്കെ ആയതിനു ശേഷം അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? 2020 ഇല്ലാതാക്കാനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ കൂടി. അപ്പോൾ നമുക്ക് മുന്നിൽ എന്താണ് വഴി? നമ്മുടെ ഒരു ബെഞ്ചമിൻ നെതന്യാഹു ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ്, നമ്മുടെ ഒരു പുടിനാണ് ശ്രീ നരേന്ദ്രമോദിജി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് കരുത്തരായ ആളുകളുടെ കൂടെ കൂടുക, നമ്മുടെ കൂടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക, നാടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിൽ എടുക്കണ്ടേ. ഞാനിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്കൊരു വിഷയമുണ്ട്. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ നാട്. കുന്നത്താട് നിയോജക മണ്ഡലത്തിൽ 2020 വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് 50% ഡിസ്കൗണ്ടിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങിയിരുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. നമസ്കാരം. പിറവം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളോടൊപ്പമുള്ള ഈ പോഡ്കാസ്റ്റ് സീരീസിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ ജിബി എബ്രഹാമാണ്. വെൽക്കം ജിബി ചേട്ടാ. നമസ്കാരം. പിറവം നമുക്കറിയാവുന്നതുപോലെ ഒരു ജിയോഗ്രഫിക്കലി സ്പ്രെഡായി കിടക്കുന്ന ഒരു വലിയ മണ്ഡലമാണ്. അപ്പോൾ അവിടെ താങ്കളെ നേരിട്ട് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഒരു പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി തുടങ്ങാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് ജിബി എബ്രഹാം എന്നാണ്. തിരുവാണിയൂരാണ് ദേശം. ഞാൻ കുന്നത്താട് നിയോജക മണ്ഡലത്തിൻ്റെ 2020യുടെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി 2020യിൽ വളരെ സജീവമാണ്. അത് ഗൾഫിലും മറ്റു ഇതര രാഷ്ട്രങ്ങളിലെല്ലാം ജോലിയെടുത്തും ബിസിനസ് ചെയ്തും നമ്മുടെ ജീവിതയാത്ര തുടർന്നപ്പോൾ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ സത്യത്തിൽ ഈ നാട്ടിൽ നിന്നും നാട് വിട്ടു പോകുന്ന യുവാക്കളുടെ പ്രശ്നങ്ങളോ ഇത് ആരും ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഒരു ഗ്രാമത്തെ അതിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേണിയിലേക്ക് എത്തിച്ച 2020യുടെ അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ് സാറിനെ കാണുവാനും അദ്ദേഹത്തിൽ ഞാൻ ആകർഷണമായിട്ടാണ് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2020 എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അതൊരു വലിയ വഴിത്തിരിവായി മാറുന്നു. 2020യുടെ ആദ്യത്തെ മെമ്പർഷിപ്പ് അദ്ദേഹം എനിക്ക് തരുന്നു. അതിനുശേഷം കുന്നത്താട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാക്കുന്നു. വീണ്ടും നമ്മുടെ പഞ്ചായത്തായ തിരുവാണിയൂർ പഞ്ചായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്കുകൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തിരുവാണിയൂർ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം തുടർച്ചയായി LDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. അത് ഇപ്രാവശ്യം 2020 നേടിയെടുക്കുന്നു. ഭരണം ഇപ്പോൾ തുടരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് തിരുവാണിയൂരാണ്. പക്ഷേ എൻ്റെ ഫാമിലി ഖത്തറിലാണ്. എനിക്ക് 3 ആൺകുട്ടികളാണ്. ഒരാൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു. ബാക്കി 2 പേരും വൈഫും ഖത്തറിലാണ്. എനിക്കൊരു അനിയനാണുള്ളത്. അവനും ഓസ്ട്രേലിയയിൽ സെറ്റിലാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് അമ്മയാണ്. അമ്മ തറവാട്ടിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം. ചേട്ടൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അത് റിലേറ്റ് ചെയ്യുന്ന കാര്യം 2020യുടെ ലീഡർഷിപ്പിനെ പറ്റി നമ്മൾ നോക്കിയാൽ ഒട്ടുമിക്കവരും തന്നെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഒന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കരിയറിൽ നിന്ന് വന്നവരാണ്. ഇത് പുറം രാജ്യങ്ങളിൽ എല്ലാം ഉള്ള ഒരു പൊളിറ്റിക്സിൻ്റെ സ്ട്രക്ചറായിട്ട് റിലേഷൻ തോന്നുന്നു. ഇതൊരു ഡെലിബറേറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമാണോ അതെയോ നാച്ചുറലായി വന്ന ഒരു കാര്യമാണോ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതുതന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്കറിയാം, ഏത് രാഷ്ട്രങ്ങൾ എടുത്താലും രാഷ്ട്രത്തലവന്മാർ പോലും അല്ലേ ഒരു പ്രാവശ്യം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒക്കെ ആയതിനു ശേഷം അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ജനിച്ച് മുതൽ മരിക്കുന്നത് വരെ അവൻ MLA ആയിരിക്കണം, അവൻ മന്ത്രിയായിരിക്കണം, അല്ലെങ്കിൽ അവൻ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലായിരിക്കണം പോകും. ഇതെന്തിനാണ് അതെന്ന് ആലോചിച്ച് നോക്കിയത് നമ്മൾ. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ 5 വർഷക്കാലം എന്ത് ചെയ്താലും പിന്നീട് ഇലക്ഷൻ വരുമ്പോൾ ഇവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ, ഇവരൊരു ഉമ്മ കൊടുത്താൽ, അത് പിന്നെ അടുത്ത 5 വർഷക്കാലം ഈ നാട്ടുകാരെ അടിക്കുന്ന വടി ഈ എടുത്ത് വീണ്ടും ഈ രാഷ്ട്രീയക്കാരെ കൊടുക്കുന്ന പോലെയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ജനങ്ങൾ മനസ്സിലാക്കാത്തതെന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ ആലോചിച്ച് പോകുന്നുണ്ട്. ഒന്നുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായിരിക്കണം. അല്ലാത്ത ആളുകളെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കുടുംബത്തിൽ ആരെങ്കിലും
ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു എന്താ പറയുന്നത് ലൈവ് എക്സ്പീരിയൻസ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയല്ലേ? അല്ല, ഏതും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണ്, പക്ഷെ അത് നന്മയായിരിക്കണം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലേ, എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ നേതൃത്വം എടുത്തു നോക്കുക, സത്യസന്ധമായി പരിശോധിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു കെട്ടുപാടുകളോ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം 24 മണിക്കൂർ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ബാക്കിയുള്ളവർ പലരും പലതും പറഞ്ഞേക്കാം, പക്ഷേ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുള്ളൂ. അല്ലാതെ മരുമോനെ രക്ഷിക്കേണ്ട, അമ്മായിപ്പനെ രക്ഷിക്കേണ്ടതോ പെങ്ങളെ രക്ഷിക്കേണ്ടതോ, മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള യാതൊരു കെട്ടുപാടുകളോ, അദ്ദേഹത്തിൻ്റെ രാജ്യം മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിൽ രാജീവ് ചന്ദ്രശേഖർജി എടുക്കുക. അദ്ദേഹത്തിനും പൈസയ്ക്ക് യാതൊരു പഞ്ഞുമില്ല. അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഒരാളാണ്. ഈ നാടിനെ ഇനി വിൽക്കേണ്ടയോ അല്ലെങ്കിൽ ജനങ്ങളെ വിൽക്കേണ്ടയോ, ഇതിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ മേടിച്ചിട്ട് ഒക്കെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുപോലെ 2020 സാബുവും ജേക്കബ് സാറിനെയും ആലോചിച്ച് നോക്കുക, എടുത്തു നോക്കുക. ഈ സ്വന്തം സമ്പാദ്യം കൊണ്ട് ഒരു ഗ്രാമത്തെയും ഒരു നിയോജകമണ്ഡലത്തെയും മൊത്തത്തിൽ അദ്ദേഹം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ്, സ്വന്തം സമ്പാദ്യം കൊണ്ട്. അപ്പോൾ അതുപോലുള്ള ലീഡർഷിപ്പുകൾ ആണ് നമുക്കിനി ആവശ്യം. ഇതും മൂലം ജീവിക്കുന്നവർ ജനം തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതും ഒരു 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞതിന് ശേഷം നമ്മളും റിട്ടയർമെൻറ്റ് ചെയ്യണം, അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം. നമ്മളത് മാറി എന്ന് ചെയ്താൽ മതിയല്ലോ, മാറി എന്ന് ഗൈഡ് ചെയ്താലും മതിയല്ലോ. ഇവിടെ മാറി എന്ന് ഗൈഡ് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്? അല്ലേ, ശരിയല്ലേ? ഒരു പുതിയ തലമുറയ്ക്ക് മാറി എന്നും ഗൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇലക്ഷൻ പ്രചാരണങ്ങൾ ഏറെക്കുറെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് അവിടുത്തെ ഒരു പൾസ് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതുവരെയുള്ള പ്രചാരണത്തിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എത്രമാത്രം വിജയപ്രതീക്ഷ നിങ്ങൾക്കാണ്? തീർച്ചയായിട്ടും വലിയൊരു വിജയപ്രതീക്ഷയിലാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്ന ഒരു മാറ്റം വരണം, നമുക്കൊരു മാറ്റം വരണം. അത് തന്നെയാണ് ഇതിലെ ഒരു വിജയപ്രതീക്ഷ എന്ന് പറയുന്നത്. മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആവശ്യമാണ്. കാരണം അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു പകുതിയിലേറെ ആളുകൾ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഈ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിന്ന് കേരളത്തിൽ. കാരണം സാമ്പത്തിക നില വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് എടുക്കുന്ന കോൺട്രാക്ടർമാരുടെ പൈസ മുതൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രൊജക്റ്റുകൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിക്കോ, പ്രൊജക്റ്റുകളെല്ലാം പകുതി വഴിക്ക് ഉപേക്ഷിച്ചിരിക്കുന്നത് വളരെ കൂടുതലാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പല കോൺട്രാക്ടർമാരും ചോദിച്ചപ്പോൾ ഇവർക്ക് കോടിക്കണക്കിന് രൂപ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് അവർ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ല. പെൻഷൻ, ശമ്പളം, അതുപോലെ നമ്മൾ കടമെടുത്തിരിക്കുന്നതിൻ്റെ പലിശ, ഇത് നമ്മുടെ വരുമാനത്തിന് 90% പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു ജനക്ഷേമം നടത്തുക, ഒരു വികസനം നടത്തുക? അതിന് അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ആളുകളില്ല. ഏറ്റവും വലിയ കാര്യം, ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഉയർത്തണമെങ്കിൽ അത് സയൻറ്റിഫിക്കായിട്ട് അല്ലേ, സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചോദ്യം ഈ പ്രൊഫഷണൽസ് ഓരോ ഇതിലേക്ക് കടന്നു വരണം എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുന്ന ഒരേ കാര്യമുള്ളൂ, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു 10 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ നമുക്ക് നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒറ്റ ചിന്ത മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അത് നമ്മളൊരു ജീവിതം കാലഘട്ടത്തിൽ അത്രയെങ്കിലും ചെയ്തു പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട്, അപ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്നൊരു നീതി ആയതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് വേറെ ഒരു ചിന്താഗതിയും നമുക്കില്ല. എപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെങ്കിലും കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് പറ്റിയ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പുണ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഒരു സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ ഒരു പുണ്യം കിട്ടാൻ, ഒരു മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം.
തീർച്ചയായിട്ടും വളരെയധികം കോൺഫിഡൻസോടു കൂടിയാണ് അപ്പോൾ ഇലക്ഷനെ നേരിടുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ രണ്ട് പ്രധാന മുന്നണികൾക്കെതിരെയാണ് ഈ പ്രാവശ്യം പിറവത്ത് മത്സരിക്കുന്നത്. ട്രഡീഷണലായി പിറവം ഒരു UDF മണ്ഡലമാണെന്നാണ് പറയുന്നത്. LDFും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാന മുന്നണികൾക്കെതിരെ താങ്കളുടെ വിജയസാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിട്ടാണ് കരുതുന്നത്? അത് ഏറ്റവും വലിയ പ്രശ്നം, കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു വികസനവും നടക്കാത്ത ഒരു സ്ഥലമാണ് അത്. രാഷ്ട്രീയം പറയല്ല, അല്ലെങ്കിൽ വേറെ കുറ്റം പറയല്ല, എന്നാൽ ഒരു വികസനവും നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ പിറവം എന്ന് പറയുന്നത്. പിറവം കർഷകരുടെ ഏറ്റവും വലിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ. എന്താണ് ഇവർ റബ്ബറിന് വേണ്ടി ചെയ്തത്? ഈ താങ്ങുവില എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കർഷകർക്ക് താങ്ങേ വിലയായി പോയതാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു നടപടി എടുത്തിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. അതല്ലെങ്കിൽ മറ്റ് കർഷകരായിക്കോട്ടെ, ഇപ്പോൾ തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നൊരു വലിയ ഒരു എറണാകുളം ജില്ലയുടെ ഒരു നെല്ലറയായിരുന്നു. അതൊക്കെ എത്ര പ്രാവശ്യം അതിൽ കൃഷി ഇറക്കിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പഴം പച്ചക്കറി സംസ്കരണ ഒരു കേന്ദ്രമുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ ഒന്ന് പോയി കാണും, നിങ്ങൾ തന്നെ ഒന്ന് പോയി കാണണം. എത്ര കോടി രൂപയാണ് ഇവിടെ വേസ്റ്റാക്കിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് ചോദിക്കാനും പറയാനും. പക്ഷേ ഏതിനും ഒരു വിഷൻ വേണം, ഒരു ഫോളോ അപ്പ് വേണം. എൻ്റെ അഭിപ്രായത്തിൽ നടന്നില്ലെങ്കിൽ MLA സത്യാഗ്രഹം ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോയി. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അതിന് കൃത്യതയോടുകൂടി അതിൻ്റെ മിനിസ്ട്രിയിൽ പോയി നമ്മൾ അപേക്ഷിക്കണം, സഹായിക്കണമെന്ന് പറയണം. അപ്പോഴാണ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കത്തുള്ളൂ ആരായാലും. ഏതായാലും എന്തൊരു ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറൊരു സ്റ്റഡി ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റുമാരെ വെച്ചിട്ടായാലും അത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മെഷർമെൻറ്റ് നമ്മൾ നോക്കണം. ഇനി വേണ്ടെന്ന് വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഒരു വിഷയമായി കിടക്കുമെന്ന് പറഞ്ഞ് ഇത് മന്ത്രിമാർക്ക് ഇതിൻ്റെ ഒരു നിവേദനം കൊടുക്കണം. ആരാണ് നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മുട്ടിയാലേ തുറക്കപ്പെടുള്ളൂ. കരയുന്ന കുട്ടിക്കല്ലേ പാലുള്ളൂ. നാടിൻ്റെ വികസനങ്ങൾ ചെയ്യാൻ നാടിന് വിഷൻ പോലെ പ്രവർത്തിക്കേണ്ട അല്ലേ? നാടിനൊരു വിഷൻ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്, എനിക്കൊരു വിഷനുണ്ട്. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ നാട് മാറേണ്ടതെന്നുള്ളത്. അത് ഏറ്റവും മെയിനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരുടെയൊക്കെ വലിയൊരു പ്രശ്നമാണ് വിലക്കയറ്റം. അപ്പോൾ വിലക്കയറ്റം കുന്നത്താട് നിയോജക മണ്ഡലത്തിൽ 2020 വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് 50% ഡിസ്കൗണ്ടിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങിയിരുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ അത് റിലേറ്റ് ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കാരണം 2020 വിജയം എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത്, ജനങ്ങൾ പൊതുവെ റിലേറ്റ് ചെയ്യുന്നത് കിഴക്കമ്പലമായിട്ടാണ്. പക്ഷേ അവിടെ കിറ്റെക്സ് കമ്പനി പോലുള്ള ഒരു കമ്പനിയുടെ ബാക്കിംഗ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. പിറവത്ത് പക്ഷേ അങ്ങനെ ഒരു ബാക്കിംഗ് ഇല്ലാതിരിക്കുക, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള ഡ്രീം പ്രോജക്ട്സ് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുക? തീർച്ചയായിട്ടും കഴിയും. കാരണം ഇതിൻ്റെ വേറൊരു കാര്യം പറയാം. നമ്മളിത് ഡയറക്റ്റ് ഈ മിഡിൽ ക്ലാസ് ആളുകളില്ലാതെ നമുക്കിത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ 30 to 40% നമുക്ക് വില കുറയും. അല്ല, നിലവിൽ ആര് ചെയ്യുന്നുണ്ട്? അതിന് ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്താലും ശരിയല്ലേ? ഇവിടുത്തെ ഒരു തക്കാളി അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്ന തക്കാളിക്ക് എത്രയുണ്ട്? ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ ചോദിക്കാം. വെറും 5 രൂപയ്ക്കും ഒരു തക്കാളി ചില സമയങ്ങളിൽ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് കിട്ടില്ലായിരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് കിട്ടുന്ന സീസണൽ വെജിറ്റബിൾസ് ഉണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതും നമ്മൾ ഇത് ചെയ്യണം. ഇതിനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു ടീം ഉണ്ടായിരിക്കണം. നമുക്ക് സേവനങ്ങൾ സർവീസ് ചെയ്യണമെങ്കിൽ സർവീസ് ഓറിയൻറ്റഡായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണ്ടേ? അതിനൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കണ്ടേ? ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെയുള്ള പല ആളുകളെയും നമ്മൾ പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ CSR അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇത് ഫണ്ടുകൾ കണ്ടെത്തണം. പിന്നെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കാരണം അവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ ഇവിടെ കുറച്ച് ഫണ്ടോടെ കണ്ടെത്തി നമ്മൾ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഡിസൈൻ ചെയ്ത് ഓരോ പ്രൊഫഷണൽസിൻ്റെ കൺസൾട്ടൻറ്റുമാരുടെ സഹായത്തോടെ നമ്മൾ ഏത് മിനിസ്ട്രിക്ക് കൊടുത്താലും, ഇപ്പം താങ്കളൊരു മന്ത്രിയാണെന്ന് വിചാരിക്കുക, നല്ലൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കില്ലേ? തീർച്ചയായിട്ടും എടുക്കും. അത് നല്ലൊരു പ്രോജക്റ്റ് വരണം. അല്ലാതെ അതിനൊരു അന്തമില്ല, ആദിയില്ല അന്തമില്ലാത്തൊരു കാര്യമായിരിക്കരുത്. അതിൽ ശരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം. അതിനാണ് സയൻറ്റിഫിക്കായിട്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത്. 2020 പാർട്ടി BJPയുമായി സഹകരിച്ച് NDAയുടെ കീഴിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവായി 2020 എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്, പോസിറ്റീവായി എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നവരും. ഇതിൽ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന വിഭാഗത്തോട് താങ്കൾക്കുള്ള മറുപടി എന്താണ്?
നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ് കാണുന്നതിൽ ഇതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ച് ഇന്ത്യയെ ഒറ്റുകൊടുക്കാത്ത, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. അത് BJP ആണ്, RSS ആണ്. അതിൽ യാതൊരു സംശയവും ഒരു ക്രിസ്ത്യാനിക്കും വേണ്ട, ഒരു മുസൽമാനും വേണ്ട. കാരണം ഇവിടെ ചങ്കിലെ ചൈന എന്ന് പറയുന്നവരുണ്ട്. അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരുണ്ട്. അവരും ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഇവിടുത്തെ ഇടതിലുമുണ്ട്, വലതിലുമുണ്ട്. മനസ്സിലാക്കിയോ? ഇവരാണ് സത്യം പറഞ്ഞാൽ ഈ ദേശത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നവർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരാണ്. ഭാരതം നമ്മുടെ അമ്മയാണ്. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കേണ്ടവരാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് ആഗസ്റ്റ് 15 മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ആഗസ്റ്റ് 15 കഴിഞ്ഞ് ബാക്കി 364 ദിവസവും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കേണ്ടത് BJPക്കാരാണ്. അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള രീതിയിലാണ് ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളുടെ രീതി. അത് വളരെയധികം തെറ്റാണ്. എപ്പോഴും നമ്മൾ വിളിക്കേണ്ട ഇതാണ് ഭാരത് മാതാ കീ ജയ് എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഗോവയിൽ, മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ആളുകളാണ്. അവിടെ ഭരിക്കുന്നത് NDA മുന്നണിയാണ്. അവർക്കൊന്നുമില്ലാത്തൊരു കുഴപ്പം എങ്ങനെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇവിടുത്തെ ഉള്ള BJPക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മുസ്ലിം രാഷ്ട്രത്തിലെ നേതാക്കന്മാരല്ല അല്ലെങ്കിൽ ലീഡേഴ്സല്ല ഇത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ്, ബഹുമാനത്തോടുകൂടിയാണ് നരേന്ദ്രമോദിജിയെ കാണുന്നത്. അവർ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നത്. സഹോദരനെ പോലെ, മറ്റുള്ള രാഷ്ട്രീയ ആളുകൾ പോലെയല്ല. അവർക്കില്ലാത്തൊരു കുഴപ്പം ഇവിടെ ഉള്ളവർക്ക് എന്താ കുഴപ്പം? പിന്നെ ഇതിൽ വേറെ വിഷയങ്ങളുണ്ട്. 2020 ഇല്ലാതാക്കാനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, LDF, UDF, ജമാഅത്ത്, PDP, SDP എല്ലാവരും കൂടി ഒരു കാറിലാണ് ഈ എല്ലാ കൊടികളും കെട്ടിവെച്ചുകൊണ്ട് ഒരു പ്രകടനം നടന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു മഹാസഖ്യം എന്ന് പറഞ്ഞാണ് അവരെ രൂപീകരിച്ചത്. അപ്പോൾ നമുക്ക് മുന്നിൽ എന്താണ് വഴി? നമ്മുടെ ഒരു ബെഞ്ചമിൻ നെതന്യാഹു ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ്, നമ്മുടെ ഒരു പുടിനാണ് ശ്രീ നരേന്ദ്രമോദിജി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് കരുത്തരായ ആളുകളുടെ കൂടെ കൂടുക, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ കൂടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക, നാടിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിൽ എടുക്കണ്ടേ. അതേ 2020 എടുത്തിട്ടുള്ളൂ. താങ്കളുടെ ഒരു വീഡിയോയിൽ നിന്ന് പറയുന്നത് ശ്രദ്ധിച്ചു, പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് മാറ്റുന്ന ഒരു ആശയം. എറണാകുളത്തിനും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് പിറവം താലൂക്ക് ഹോസ്പിറ്റൽ വരുന്നത്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശയമാണ്. പക്ഷേ അത് പ്രാക്ടിക്കലാക്കി എടുക്കുന്നത് പോസിബിൾ ആണോ? അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പിറവം നിയോജകമണ്ഡലത്തിൽ നല്ലൊരു ഹോസ്പിറ്റലില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പം മോൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ കോട്ടയത്ത് പോകണം, അല്ലെങ്കിൽ ഇതാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ വേണ്ടേ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വേണ്ടേ? ഇത്രയും കാരണം ഒരു നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഇത് പറയണത്. അപ്പോൾ നമ്മളതിനെ ഏതറ്റം വരെ പോകാമെങ്കിൽ ആ അറ്റം വരെ പോയിട്ട് നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആക്കണം എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് പറയാനുണ്ട്, നമുക്കൊരു ഹോസ്പിറ്റലില്ല, ഞങ്ങളുടെ മണ്ഡലത്തിലൊരു ഹോസ്പിറ്റലില്ല, മറ്റുള്ള ഇതുപോലെയല്ല, ഞങ്ങൾക്ക് ആ രീതിയിലേക്ക് ആക്കി തരണം എന്ന് പറയണം. അതിൻ്റെ നടപടികൾ നമുക്ക് സ്വീകരിക്കണം. അപ്പോൾ ഒരു 100% ഇല്ലെങ്കിൽ ഒരു 90% ചികിത്സ നമ്മളവിടെ ഉറപ്പാക്കണം, അല്ലേ? അതല്ലേ വേണ്ടത്. അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ ശ്രമിക്കും. അതുതന്നെയാണ് നമ്മുടെ ആരോഗ്യകാര്യത്തിലെ ഒരു ആശയമായിട്ട് മെയിൻ ഫോക്കസ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാൻ വേണ്ടി 2020-യുടെയും BJP-യുടെയും ലീഡർഷിപ്പ് ശ്രമിക്കുമെന്നാണ്. അതും നമ്മൾ പറയുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല. കാരണം പലരും ശ്രമിച്ച കാര്യമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ശ്രമിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ BJP-യുടെ ഒരു സ്ലോഗൻ തന്നെയാണ് വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് പലരും വിശ്വാസ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഹിന്ദു വിശ്വാസ സംരക്ഷണം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. താങ്കളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ശരിയല്ല? അങ്ങനെ വിശ്വാസം സംരക്ഷിക്കും എന്നുള്ള സ്ലോഗനിൽ തന്നെയാണ് ഇന്ത്യയെ മുന്നണിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 114 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ യാക്കോബൈറ്റ്
ഓർത്തഡോക്സിൻ്റെ പ്രശ്നം. ഇത് സത്യസന്ധമായി ഒരു ക്രിസ്തീയത മുന്നിൽ കണ്ടുകൊണ്ട്, പരിഗണന മുന്നിൽ വെച്ചുകൊണ്ട്, പരസ്പര സ്നേഹ ബഹുമാനം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആർക്കാണോ അവഗണന ലഭിച്ചത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയതയാണ് ഇതിൽ മുന്നിൽ വയ്ക്കേണ്ടത്. ഇത് രണ്ട് വിഭാഗം ആളുകളും ഈ ഒരു സന്ദേശം മനസ്സിലാക്കണം. ക്രിസ്തീയമായ ഒരു ജീവിതമാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കേണ്ടത്. അത് വിട്ടുവീഴ്ചയാണ്, സ്നേഹമാണ്, കരുതലാണ്, പരിഗണനയാണ്. ശരിയാണല്ലോ? അതിനി ഈ പ്രസംഗത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്ത തലമുറ അവരെന്ത് തെറ്റ് ചെയ്തു? ഈ സഭയിൽ ജനിച്ചു പോയി എന്നുള്ളൊരു തെറ്റല്ലേ അവർ ചെയ്തോളൂ. അവർക്ക് സമാധാനം വേണ്ടേ? ഇല്ലെങ്കിൽ ഈ സമാധാനം ഇല്ലെങ്കിൽ അടുത്ത തലമുറ ആരും പള്ളിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വല്ലാത്തൊരു സ്ട്രാറ്റജിയിലൂടെ അത് മുന്നോട്ട് പോയത്. ഇത് നമുക്കിവിടെ രാഷ്ട്രീയം അല്ല ഇവിടെ വിഷയം. ഇവിടെ നമുക്ക് ഒരു ക്രിസ്തീയതയാണ് ഇവിടുത്തെ വിഷയം. അതിന് തന്നെ രണ്ട് വിഭാഗങ്ങളോട് ഒരു ഫോർമുല ഇത് ചെയ്ത് വരാൻ പറഞ്ഞു. ഓക്കെ, അവരവർക്കായ ജെന്യുവനായ കാര്യങ്ങൾ വിട്ടിട്ടായിരിക്കാം അവർ ആ ഫോർമുല തരുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കോടതിക്ക് അപ്പുറമായിട്ട് ഒരു ഡിസിഷൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും രണ്ട് വിഭാഗങ്ങളും ചേർത്ത് നിർത്തി രണ്ട് വിഭാഗങ്ങൾക്കും വലിയ പ്രശ്നമില്ലാതെ ഏതെല്ലാം യുദ്ധം ഉണ്ടാവുന്നത് പോലും അല്ലേ, യുദ്ധങ്ങൾ ഉണ്ടാവണമെന്ന് പരിഹരിക്കപ്പെടുന്നത് ഇങ്ങനെ നേതാക്കന്മാർ ഇടപെട്ട് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാബും ജേക്കബ് നമ്മുടെ രണ്ട് ബാവമാരെയും കൊണ്ട് അവിടെ പോയിരുന്നു. അതിന് മുമ്പ് ഓർത്തഡോക്സിൻ്റെ ബാവയെ പോയി കണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനിഷ്യേറ്റീവ് കൊടുക്കാൻ എല്ലാവരുടെയും അനുവാദം കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ ഈ പ്രശ്നം തീർക്കണമെന്നുള്ളതാണ്. എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും നീതി നഷ്ടപ്പെട്ടവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. കണ്ണീർ വീണവർക്ക് ആ കണ്ണീർ തുടയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. ആ ശ്രമം സക്സസ്ഫുള്ളായി വരട്ടെ. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അല്ലാതെ നമ്മൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വെറുമാക്കല്ല. ഇപ്പോൾ കേരളത്തിൽ മൊത്തമായി കാണുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് മൈഗ്രേഷൻ, അതും യുവജനങ്ങൾക്കിടയിലുള്ള മൈഗ്രേഷൻ. അതിൻ്റെ മെയിൻ കാരണമായിട്ട് നമുക്കറിയാവുന്നത് തൊഴിലവസരങ്ങളുടെ ലഭ്യതക്കുറവാണ്. താങ്കൾ ജയിച്ച് പിറവത്തിൽ MLA വരികയാണെങ്കിൽ പിറവത്തിന് സ്പെസിഫിക്കായി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത്? ഞാനിപ്പോൾ മെയിനായിട്ട് ആലോചിക്കുന്നത് മൾട്ടി കോർപ്പറേറ്റ് കമ്പനികളുടെ ബ്രാഞ്ചുകൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടത്. അതിന് ഉതകുന്ന രീതിയിലുള്ള നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആ രീതിയിലുള്ള മോഡേൺ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ഒക്കെ നമ്മൾ ഏതൊരു വിദ്യാഭ്യാസമാണോ ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മളത് മാക്സിമം സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ചെറിയൊരു ഫീസ് ഇട്ടിട്ടായാലും കൊടുക്കാൻ പറ്റുമോ, അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് ആയാലോ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും നമ്മുടെ ഓൺ ജോബ് ട്രെയിനിങ് പോലെ, നമ്മുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ പോലെ അതിനൊരു ഹബ്ബ് ഉണ്ടാക്കി നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ആളുകളെ ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കാൻ ഇപ്പോൾ ഒരു മോഡൽ ഒരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ചെയ്തെടുക്കാൻ വളരെ പ്രയാസമുള്ള ചെയ്തെടുക്കാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷേ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തപ്പോൾ മോനൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങളുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഇതാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് എടുക്കാമല്ലോ. ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് എടുക്കാമല്ലോ. നമുക്ക് അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ശമ്പളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയ പോലെ നമുക്ക് ഡബിളായി. ശരിയല്ലേ? ഗൾഫിലേക്ക് പോയാൽ ട്രിപ്പിളായി, യൂറോപ്പിലേക്ക് പോയാൽ അതിൻ്റെ ഇരട്ടിയായി. അതുകൊണ്ടാണ് ഇത് പോകുന്നത്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത്. അത് നമ്മൾ പയ്യെ അഡ്രസ്സ് ചെയ്ത് കയറി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ യുവജനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ ജയിച്ച് പിറവം MLA ആയി വരികയാണെങ്കിൽ പിറവത്തിന് മനസ്സിൽ കണ്ടിരിക്കുന്ന ഡ്രീം പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊരു സജഷൻ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് തിരുവാങ്കുളം കരിങ്ങാച്ചിറ ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാം, കൊല്ലങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ തിരുവാങ്കുളം ബൈപ്പാസ് എന്തോ പിത്തർ സ്റ്റേജിലേക്ക് എത്തിയിരിക്കും. ആയിക്കോട്ടെ, സ്റ്റേജിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 50 കേൾക്കാൻ വേണ്ടി 25-30 കൊല്ലമായി. പലരും പറയുന്നത് ഏത് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന എന്താണ് ഇവർക്കിത് പറയുന്നതൊന്നും യാതൊരു അല്ലേ, ശരിയല്ലേ?
ആ സ്റ്റേജിലെത്തി ഈ സ്റ്റേജിലെത്തി ഇത് ഏത് സ്റ്റേജിലാണെന്നുള്ളത് ഇപ്പോഴും സാധാരണക്കാർക്കറിയാമോ? തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കും. രണ്ട്, നമുക്ക് പിറവത്തിൻ്റെ ഈ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അതിൻ്റെ ഇതൊന്നും മെറിറ്റ് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കാർഷിക മേഖല. ഈ പറഞ്ഞ പോലെ തന്നെ റബ്ബറിന് താങ്ങുവില ഇത് ചെയ്തിട്ട് റബ്ബർ കർഷകരെയും മറ്റിതര ഇടവിള കർഷകരെയും എല്ലാം നമ്മൾ പരിപോഷിപ്പിക്കാനുള്ള കർഷക സൗഹൃദ, എപ്പോഴും ഈ പറഞ്ഞ പോലെയല്ല, കർഷക സൗഹൃദ മണ്ഡലമാക്കി നമ്മളിതിന് മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ പിറവം പാലം എത്ര കൊല്ലമായ രണ്ട് എക്സൈസ് കടവോ അത് തോന്നുന്നു. പക്ഷെ ഇപ്പം നിലവിലുള്ളൊരു പിറവം പാലം ഉണ്ടല്ലോ, അത് തന്നെ 2 വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് പിറവത്തിൻ്റെ ഒരു ഐ ക്യാച്ചറായിട്ട് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാക്കി അത് നമ്മൾ മാറ്റും. പിറവെന്ന് നമ്മൾ ആ ഒരു വിഷനിലേക്ക് ഇത് പോകണം. അതാണ് എൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് പിന്നെ അവിടെ നിന്നൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിക്കോട്ടെ, നമുക്കവിടെ പല കാര്യങ്ങളും അത് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ചോറ്റാനിക്കര ഒരു ടെമ്പിൾ സിറ്റി, അത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതോട് കൂടി തന്നെ നമ്മളത് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. കാരണം വലിയ ഏറ്റവും മോസ്റ്റ് മോഡേണായ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി നമ്മളതിനെ മാറ്റും. ആ ഒരു രീതിയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ്, ഗ്രാമാന്തരങ്ങളിൽ ഇതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, പലരും പറയുന്നത് കേൾക്കുന്നതാണ്. പക്ഷേ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു ശ്രമം നമ്മൾ എന്തായാലും നടത്തും. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് ഏറെക്കുറെ അതിൻ്റെ കൺക്ലൂഷൻ ഫേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പിറവത്തെ വോട്ടേഴ്സിനോട് ജിബിച്ചേട്ടന് പറയാനുള്ളത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വികാരമല്ല വിവേകമാണ് ഉപയോഗിക്കേണ്ടത്. 15 കൊല്ലമായി ഒരാൾ തന്നെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാടിന് എന്ത് ഗുണമുണ്ടായി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇനി നമ്മുടെ കുടുംബത്തിന് ഗുണമുണ്ടായാലും വേണ്ടില്ല, നാടിന് ഗുണമുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് ഫണ്ട് വരണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ പിറവം മണ്ഡലത്തിൽ രൂപീകരിക്കാനായിട്ടുള്ള NDA മുന്നണി വന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടൊരു മേൽഗതി ഉണ്ടാവുകയുള്ളൂ. ഇത് സത്യമായ കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി അത്രയേറെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് വേറൊരു വഴിയും ഇവിടെയില്ല. ഇവിടെ ഓരോ പിറവംകാരനും മെയിൻ പ്രശ്നം, ജീവിക്കാനുള്ള മെയിൻ പ്രശ്നം വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാനായിട്ട് നമുക്ക് 2020 കിഴക്കമ്പലം മോഡൽ 50% ഡിസ്കൗണ്ടിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നമ്മൾ പിറവത്തിൻ്റെ മണ്ണിൽ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും നാളായിട്ട് ഈ കുടിവെള്ളം പോലും കൊടുക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സ്ഥിതികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പോയത്. അതുകൊണ്ട് ജലജീവൻ പദ്ധതി ഏറ്റവും മുന്നേ തന്നെ അത് തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഒപ്പം കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് സൗജന്യമായി 2020 ടാങ്കറിൽ കുടിവെള്ളം നമ്മൾ എത്തിക്കും. അപ്പോൾ ഈ കുടിവെള്ളം നൽകുന്ന, ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പ് നൽകുന്ന, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പാർപ്പിടം ഇല്ലാതെ ജീവിക്കുന്നുണ്ട്, ടർപ്പോളയ്ക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് 2020 നൽകിയ ഗോഡ്സ് ഓൺ വില്ലകൾ പോലുള്ള വില്ലകൾ പണിത് നമ്മൾ നൽകും. ഉപജീവനത്തിന് വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് മറ്റു പലരും വന്നിരിക്കുന്നത്. ഞാൻ ഉറപ്പ് നൽകുന്നു, എനിക്ക് ഈ നാടിൻ്റെ 1 രൂപയുടെ ആവശ്യമില്ല, ഇവിടുത്തെ ജനങ്ങളുടെ 1 രൂപയുടെ ആവശ്യമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ഈ നാടിന് ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഈ നാടിനെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഒരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരമാണ്, വിവേകമാണ് ഇവിടെ വേണ്ടത്, വികാരമല്ല. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സ്വാദിഷ്ടമായ ചക്ക, ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് കേരളയാണ്. ആ ചക്ക എന്ന അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനം രേഖപ്പെടുത്തി ഒരു പ്രാവശ്യം ഒരവസരം പ്രിയപ്പെട്ടവരെ NDA മുന്നണിക്ക് നൽകുക. മാറ്റം നിങ്ങളെ തേടി വരും. മാറാത്തത് നമ്മൾ മാറ്റും. നന്ദി. താങ്ക് യു വെരി മച്ച്.